ഹലോ എവരിവൺ, വെൽക്കം ടു ഇലാൻസ് ട്യൂഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 അക്കൗണ്ടിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്തെല്ലാമാണ് ഈ രണ്ട് എക്സ്പെൻഡിച്ചേഴ്സ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഒന്നാമത്തെ കോളത്തിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, രണ്ടാമത്തെ കോളത്തിൽ റവന്യൂ എക്സ്പെൻഡിച്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്തായാലും മക്കളെ, നമ്മൾ ഡിഫറൻസ് എഴുതുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് കോളം വരച്ച് തന്നെ എന്ത് ചെയ്യുക, എഴുതുക, വളരെ നീറ്റായിട്ട് എഴുതുക, പോയിന്റുകളാക്കി എഴുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു മാർക്കും മിസ്സാവാതെ നമുക്ക് എന്ത് ചെയ്യാം, അത് ഫുള്ളായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ പോയിന്റ് നമ്പർ 1, ബെനഫിറ്റ്സ് ഈസ് അവൈലബിൾ ഫോർ ലോങ് പീരീഡ്. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ബെനഫിറ്റ് എന്ന് പറയുന്നത് ലോങ് പീരീഡിലേക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. നോർമലി മോർ ദാൻ 1 ഇയർ, ഒരു ഫിനാൻഷ്യൽ ഇയറിനേക്കാൾ കൂടുതൽ നമുക്ക് ബെനഫിറ്റ് ലഭിക്കും ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൊണ്ട്, അല്ലേ? എക്സാമ്പിൾ നമുക്കറിയാം, പർച്ചേസ് ഓഫ് അസറ്റൊക്കെ നമ്മൾ വാങ്ങിയാൽ അത് ഒരുപാട് കാലം യൂസ് ചെയ്യും, അല്ലേ? ആ ഒരു ഇൻറ്റൻഷനോട് കൂടിയാണ് നമ്മൾ അസറ്റൊക്കെ വാങ്ങുന്നത്. സോ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ബെനിഫിറ്റ് ലഭിക്കുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. തൊട്ടിപ്പുറത്ത് റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്ത് എന്താണ് ഉള്ളത്? ബെനിഫിറ്റ് ഈസ് അവൈലബിൾ ഫോർ 1 ഫിനാൻഷ്യൽ ഇയർ. നോർമലി 1 ഫിനാൻഷ്യൽ ഇയറിലേക്ക് മാത്രമേ നമുക്കതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുള്ളൂ. നമ്മളത് റെഗുലറായിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. ആ ബെനിഫിറ്റ് ഒരുപാട് കാലം നമുക്ക് ലഭിക്കില്ല. ലെസ് ദാൻ 1 ഇയർ മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുള്ളൂ. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ് നോക്കൂ. ഇറ്റ് ഈസ് നോൺ റെക്കറിങ് ഇൻ നാച്ചർ. നോൺ റെക്കറിങ് ആണ്, അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിലവാക്കില്ല, അല്ലേ? ഒരു അസറ്റൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയൊരു ടൈം ഗ്യാപ്പ് ഉണ്ടാവും നമ്മൾ അടുത്ത എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഹ്യൂജ് എമൗണ്ട് ആണ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നത്, അതിന് ടൈം എടുക്കാറുണ്ട്. നോൺ റെക്കറിങ് ഇൻ നാച്ചുർ. തൊട്ടിപ്പുറത്തോ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ കേസിലോ ഇറ്റ് ഈസ് റെക്കറിങ് ഇൻ നാച്ചുർ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലേ? സാലറി എക്സാമ്പിളാണ്, നമ്മൾ മന്ത്ലി പേ ചെയ്തുകൊണ്ടേയിരിക്കണം. റെക്കറിങ് ആണ്, റെൻറ്റ് മന്ത്ലി പേ ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലേ? സോ റെക്കറിങ് ഇൻ നാച്ചുർ ആണെന്ത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇൻകേർഡ് ഫോർ അക്വിസിഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് അസറ്റ്. അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ അസറ്റിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടോ ആണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, അതായത് സ്പെൻഡ് ചെയ്യുന്നതിന്, അല്ലേ? അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. തൊട്ടിപ്പുറത്തോ ഇൻകേർഡ് ടു ഏൺ റവന്യൂ പ്രോഫിറ്റ്. എന്നാൽ ഇവിടെയോ നമുക്ക് റവന്യൂ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്ന, റെക്കറിംഗ് ആയിട്ട് ചിലവാക്കുന്ന ചിലവുകളാണെന്ത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ സാലറി ആയിക്കോട്ടെ, റെൻറ്റ്, വേജ്, പർച്ചേസ് പോലെയുള്ള കാര്യങ്ങൾ. സോ ഇവിടെ റവന്യൂ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ കേസിൽ. എന്നാൽ അടുത്ത പോയിന്റ് നോക്കാം. ഇറ്റ് ഈസ് ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. റവന്യൂ എക്സ്പെൻഡിച്ചർ നോർമലി ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. ആ എമൗണ്ട് സ്പെൻഡ് ആയി കഴിഞ്ഞാൽ നമ്മളത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അസറ്റ് പർച്ചേസ് ചെയ്തു, അല്ലെ? അസറ്റ് നമ്മൾ എവിടെയാണ് കാണിക്കുക? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് ഭാഗത്താണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ദ റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒരു വർഷത്തിൽ നമ്മൾ ചിലവാക്കിയിട്ടുള്ള റവന്യൂ എക്സ്പെൻഡിച്ചറുകൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്താണ് കാണിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ഭാഗം നോക്കിയാൽ നമുക്കറിയാം, അവിടെ സാലറി കാണാറുണ്ട്, റെൻറ്റ് കാണാറുണ്ട്, വേജ് കാണാറുണ്ട്, ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് കാണാറുണ്ട്, അല്ലേ? പർച്ചേസ്, ഇങ്ങനെയുള്ള എല്ലാ റെക്കറിങ് എക്സ്പെൻസ് നമ്മൾ അവിടെ കാണിക്കും. സോ റവന്യൂ എക്സ്പെൻഡിച്ചർ എവിടെയാണ് ഉണ്ടാവുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്താണ് ഉണ്ടാവുക. എന്നാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എവിടെയാണ് ഉണ്ടാവുക? ദാറ്റ് ഈസ് ഷോൺ ഇൻ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ആണ്. ലാസ്റ്റ് ഡിഫറൻസ്, അഞ്ചാമത്തെ ഡിഫറൻസ്, നോർമലി നമ്മൾ 5 പോയിന്റ് എങ്കിലും നമ്മൾ കയ്യിൽ കൃത്യമായിട്ട് ഉണ്ടാവണം. ഓക്കെ, ദെൻ ഹെൽപ്സ് ഇൻ ഇൻക്രീസ് ഏർണിംഗ് കപ്പാസിറ്റി ആൻഡ് എഫിഷ്യൻസി. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഏർണിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലെ? പുതിയ മെഷീനറീസ് പർച്ചേസ് ചെയ്യുക, പുതിയ ബിൽഡിംഗ്, നമ്മൾ പുതിയ ഫാക്ടറി ബിൽഡിംഗ് എടുക്കുന്നു. ഇതേപോലെയുള്ള ഏർണിംഗ് കപ്പാസിറ്റിയും നമ്മുടെ എഫിഷ്യൻസിയും വർദ്ധിപ്പിക്കുന്ന ചിലവുകളാണെന്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ. എന്നാൽ തൊട്ടിപ്പുറത്ത് എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഏർണിംഗ് കപ്പാസിറ്റി. നമ്മൾ ഏർണിംഗ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് അതേപോലെ നിൽക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ തന്നെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
ഇവിടെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ചിലവാക്കുന്നത് അല്ലേ. സാലറി കൊടുക്കുന്നത് ആ ഒരു ഏണിംഗ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ്. വേജ് നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഏണിംഗ് കപ്പാസിറ്റി അവിടെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. നമ്മളിപ്പോൾ റെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഏണിംഗ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇതാണ് 5 പ്രധാനപ്പെട്ട ഡിഫറൻസുകൾ. ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഡിഫറൻസുകൾ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും. ഓക്കെ, സോ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം.